റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്മാർട്ട് ടിവിക്ക് പറ്റിയൊരു AVR ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ബോർഡുകളെല്ലാം സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡുകളൊക്കെ തന്നെയാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റാണ്. 5.1 പ്രൊലോജിക്ക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്യൂടെക്കിൻ്റെ 5.1 റിമോട്ട് കിറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഫ്യൂടെക്കിൻ്റെ തന്നെ ഒരു HDMI, ARC അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ കോയാക്സിലൊക്കെ ആയിട്ടുള്ള ഒരു ബോർഡ് കൂടി നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുവഴിയാണ് നമ്മൾ ഇൻപുട്ടുകൾ എടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ ഇൻപുട്ട് എടുത്തതിന് ശേഷം നമ്മൾ റിമോട്ട് കിറ്റിൽ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ ബോർഡായിട്ടുള്ള ഒരു 5 ചാനലിൻ്റെ IC ബോർഡാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറയുന്നത് TDA 7265 ആണ്. ഓരോ ചാനലിനും 50 വാട്ട് വീതം കിട്ടും. നമുക്ക് 5 ചാനലിന് കൂടിയിട്ട് ഒരു 250 വാട്ട് നമുക്ക് കിട്ടും. അതിൽ കൊടുക്കാവുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ഒരു 4 ഇഞ്ച് മുതൽ നമുക്കൊരു 6 ഇഞ്ച് വരെ അല്ലെങ്കിൽ 8 ഇഞ്ച് വരെ വാട്ട് കുറഞ്ഞ സ്പീക്കറുകൾ നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത് തന്നെയാണ്. യൂണിവേഴ്സലിൻ്റെ മോസ്ഫെറ്റ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. IRF 240, 940 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 പെയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് 200 വാട്ടോളം RMS ഇതിൽ നിന്ന് നമുക്ക് സബ്വൂഫറിന് വേണ്ടി കിട്ടും. നമുക്ക് ഇതിനകത്ത് JBL അതുപോലെ തന്നെ ODX, ഡൈൻറ്റി ഇങ്ങനെയുള്ള സബ്വൂഫറുകൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ ഇത് സാധിക്കും. അതുകൂടാതെ നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. പല രീതിയിലുള്ള വോൾട്ടേജ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ പവർ സപ്ലൈ ബോർഡ് ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പവർ സപ്ലൈയുടെ കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ടൊറോയിഡ് നമ്മുടെ തന്നെ പേരിൽ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ടൊറോയിഡൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പവർ ട്രിക്കിൻ്റെയാണ് സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകൾ. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ചെറിയ ചെറിയ USB പാനൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്താൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് തൽക്കാലം വീഡിയോ പ്ലേ ചെയ്തത്. ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ നമുക്ക് ഫിലിം സോങ്സ് ഇടാൻ സാധിക്കില്ല. ഞാൻ ചില ഷോർട്സുകളൊക്കെ ഇടാറുണ്ട് ഫിലിം സോങ്സ് ആയിട്ട്. അത് നിങ്ങളൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്ക് യൂട്യൂബ് വഴി ഇങ്ങനെ ഇടുന്ന വീഡിയോസിൽ നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് വീഡിയോ സോങ്സും അതുപോലെ തന്നെ ഓഡിയോ സോങ്സും ഇടാൻ സാധിക്കില്ല. യൂട്യൂബ് തരുന്ന ഓഡിയോ മാത്രമാണ് ഇടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ്. ഇതിനകത്ത് 2 ടൈപ്പിൽ വോൾട്ടേജ് എടുത്തിട്ടുണ്ട്. നമ്മുടെ 5 ചാനലിന് വേണ്ടിയിട്ടുള്ളൊരു 12012 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്വൂഫറിന് വേണ്ടിയിട്ടുള്ളൊരു 35035 എടുത്തിട്ടുണ്ട്. ഇതെല്ലാം DC വോൾട്ടാണ്. പവർ സപ്ലൈ ബോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. നമ്മൾ തന്നെ ഇതിനകത്ത് റിഫ്ലക്സിന് എഴുതിയേക്കണ കാണാം. നമ്മൾ 5 ചാനലിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ എടുത്തിട്ടുണ്ട്. സബ്വൂഫറിന് വേണ്ടി അതുപോലെ തന്നെ ഫാനിന് വേണ്ടിയുള്ള സപ്ലൈ, USB പാനലിന് അതുപോലെ സ്പീക്കർ പ്രൊട്ടക്ഷൻ, ഇതിനുള്ള എല്ലാ സപ്ലൈകളും ഉൾപ്പെടുത്തിയാണ് നമ്മൾ പവർ സപ്ലൈ അതുപോലെ തന്നെ ടൊറോയിഡ് ട്രാൻസ്ഫോമറും പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്നത്. നമ്മുടെ പേരിൽ തന്നെ അടിച്ചു വരുന്ന ടൊറോയിഡ് ട്രാൻസ്ഫോമറാണ് ഇത്. പിന്നെ വന്നിരിക്കുകയാണ് നമ്മൾ ഇതിനകത്ത് യൂണിവേഴ്സലിൻ്റെ IRF 240, 940 ഉപയോഗിച്ചിട്ടുള്ള 2 പെയർ ഉപയോഗിച്ച് നമ്മൾ 200 വാട്ട് കിട്ടാവുന്ന മോസ്ഫെറ്റ് ആംപ്ലിഫയർ സബ്വൂഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. പിന്നെ 5 ചാനലാണ്. ഇതും നമ്മൾ പറഞ്ഞ തന്നെ PCB ചെയ്യിപ്പിക്കുന്ന റിഫ്ലക്സ് ഓഡിയോ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന PCBയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് TDA 7265 ആണ് ഓരോന്ന് കൊടുത്തിരിക്കുന്നത്. 5 ചാനലിന് വേണ്ടി 5 IC ആണ് കൊടുത്തിരിക്കുന്നത്. ഓരോ ചാനലും 50 വാട്ട്സ് വീതമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ കിട്ടുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് 50-50, അതുപോലെ തന്നെ സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ് 50-50, സെൻട്രൽ ചാനലിന് 50 വാട്ട്. അങ്ങനെ ടോട്ടൽ ഒരു 250 വാട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. സബ്വൂഫർ നമുക്കൊരു 200 വാട്ട് RMS ലഭിക്കുന്നതാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് സ്പീക്കർ പ്രൊട്ടക്ഷനാണ്. നമ്മൾ പവർ ട്രിക്കിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 ചാനലിനുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ സബ്വൂഫറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ഫ്യൂടെക്കിൻ്റെ HDMI കാർഡ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒപ്റ്റിക്കൽ കോയാക്സിൽ HDMI ഇതൊക്കെയാണ് ഇൻപുട്ടുകളുള്ളത്. ARC ഉൾപ്പെടെ നമുക്ക് സ്മാർട്ട് TV നിന്നാണ് നമുക്കിത് ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ താഴെയായിട്ട് ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിലുള്ളൊരു കിറ്റ് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സലിൽ ഉപയോഗിക്കുന്നത്. അതേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഫ്യൂടെക്കിനുണ്ട്. നല്ല സബിന് നല്ല പഞ്ചുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിനായാലും സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു എക്സോസ്റ്റ് ഫാൻ കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ, സബ് 5 ചാനലിനുള്ള സ്പീക്കർ ഔട്ടാണ് ഈ കാണുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു പവറിൻ്റെ പ്ലഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്.
ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു HDMI, അതായത് ARC ഇൻപുട്ടാണ്. നമുക്ക് സ്മാർട്ട് TV എന്നുള്ള HDMI ഇൻപുട്ടാണ് ഓഡിയോ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഒരു കോയാക്സിൽ ഇൻപുട്ട് ഉണ്ട്, ഒപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ട്. ഇത് മൂന്നും കൊടുത്താലും നമുക്ക് ഡോൾബി ഡിജിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ ഡോൾബി പ്രൊലോജിക്കും 2 വർക്ക് ചെയ്യും. അതുകൂടാതെ തന്നെ DTSും നമുക്ക് ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. പിന്നുള്ളത് ഓക്സ് 1, 2, 3 അങ്ങനെ 3 ഓക്സിലറി ഇൻപുട്ടും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു കൂളിംഗ് ഫാൻ വെച്ചിരിക്കുന്നു. ഇതാണ് സ്പീക്കർ ഔട്ടുകൾ വന്നിരിക്കുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ തന്നെ സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്. ഇപ്പോൾ ഒരു സബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു സബ്ബില മാത്രമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് AC ഇൻപുട്ട് വന്നിരിക്കുന്നത്, അതായത് നമ്മൾ കമ്പ്യൂട്ടർ പ്ലഗാണ് ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ. അതിനകത്ത് ഫ്യൂസോട് കൂടിയാണ് ഇപ്പോൾ ഈ സോക്കറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫ്യൂസ് ഉണ്ട്, നമുക്ക് ഫ്യൂസ് പോയാലും നമുക്ക് മാറിയിടാൻ എളുപ്പമുണ്ട്. 3 പിൻ കോഡാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇത് ഫുള്ള് ബ്ലാക്കാണ്. നമുക്ക് വീഡിയോയിൽ ഒരു ചെറിയൊരു ആഷ് കളറായിട്ട് തോന്നും. ഇത് മാറ്റ് ഫിനിഷിൽ വന്നാണ്. ഇത് മാറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ ഇത് ഗ്ലോസി ടൈപ്പ് ബ്ലാക്കുമാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ എൻകോഡർ, മാസ്റ്ററോളിയായിട്ട് എൻകോഡറായിട്ട് വർക്ക് ചെയ്യുന്നത്. തൊട്ട് താഴെയായിട്ട് നമ്മൾ എൽക്കോണിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് USB-യുടെ സ്ലോട്ടാണ്. ഇത് സബ്വൂഫറിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ട് നമുക്കിത് സാധിക്കും. പിന്നെ വന്നിരിക്കുന്നത് ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഈ ഇതിനകത്ത് കാണാൻ സാധിക്കാത്തത് പുറത്തുനിന്നുള്ള ഗ്ലെയർ അടിക്കുന്നതുകൊണ്ടാണ് ഇത് കാണാൻ സാധിക്കാത്തത്. ബ്ലൂ കളറിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഇത്രയൊക്കെയാണ് മുൻവശം വരുന്നത്. പിന്നെ വരുന്നതെല്ലാം റിമോട്ടിലാണ്. ഈ റിമോട്ടിൽ തന്നെ ഒരുമാതിരി ഫംഗ്ഷനെല്ലാം നമുക്ക് ഈ റോട്ടറിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റിമോട്ടിൽ വരുന്നത് നമുക്ക് ഇതിനകത്ത് USB, ഓക്സ് 1, ഓക്സ് 2, ഓക്സ് 3 ഇത്രയാണ് റിമോട്ടിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് വരുന്നുണ്ട്. അത് ഈ DVD ഒപ്റ്റിക്കൽ എന്ന് എഴുതിയാണ് ഓപ്ഷനിലാണ് നമ്മൾ ഞെക്കേണ്ടത്. ഇത് ഞെക്കി കഴിഞ്ഞാൽ പ്രസ് ചെയ്യുന്നതോറും ഇതിനകത്ത് ഒപ്റ്റിക്കൽ ഇൻപുട്ട് കാണിക്കും, എഴുതി കാണിക്കും. അതുപോലെ തന്നെ കോയാക്സിൽ കാണിക്കും, ARC കാണിക്കും. ഇത്തരം ഡിജിറ്റൽ ഇൻപുട്ട് ഈ സ്വിച്ചിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മോഡാണ് USB-ലാക്കിയതിന് ശേഷം നമ്മൾ ഈ മോഡ് ഞെക്കുകയാണെന്നുണ്ടെങ്കിൽ FM, ഓക്സ്, ബ്ലൂടൂത്ത് ഇങ്ങനെ ഓരോ ഇത് ഇൻപുട്ടുകൾ മാറിക്കൊണ്ടിരിക്കും. പിന്നെ മ്യൂട്ട്, ഇത് USB-യുടെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ളതും അതുപോലെ തന്നെ USB-യുടെ പാട്ട് നെക്സ്റ്റ് അടിക്കാനുള്ള ബട്ടണുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് കൊടുക്കുന്നത് ഫ്രണ്ട് വോളിയാണ്. ഫ്രണ്ടിൻ്റെ പ്ലസ് മൈനസ്, റിയർ പ്ലസ് മൈനസ്, സെൻറ്റർ പ്ലസ് മൈനസ്, സബ്വൂഫർ പ്ലസ് മൈനസ്, മാസ്റ്റർ വോളിയം, പിന്നെ ബേസ്, ട്രബിൾ. പിന്നെ ഇതെല്ലാം USB-യുടെ പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. നമുക്ക് മെയിനായിട്ട് ഇത് റൂമിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സൗണ്ടുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാസ്റ്റർ വോളിയത്തിൽ മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റിമോട്ടിൽ ഫംഗ്ഷൻ വരുന്നത്. നമ്മളെല്ലാ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ആയിട്ട് നമ്മൾ അവാർഡിൻ്റെ ഒരു 4 ഇഞ്ച് സ്പീക്കർ, അതുപോലെ തന്നെ സെൻറ്റർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വിത്ത് 2-way ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേ സെയിം തന്നെയാണ് നമ്മൾ സറൗണ്ട് ബോർഡിലേക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് പെൻ ഡ്രൈവിൽ പ്ലേ ചെയ്ത് നോക്കാം.
പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ വില വിവരങ്ങൾ, അതുപോലെ തന്നെ വാട്ട്സ് എത്ര, നമ്മൾ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചതിന്, എന്തൊക്കെ ഇൻപുട്ടുകൾ, ഇതെല്ലാം ഡീറ്റെയിൽ ഞാൻ താഴെ കൊടുക്കാറുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതും ഒരു മോർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ആദ്യമൊക്കെ നമ്മളൊരു ഷോ മോറായിരുന്നു. ഇപ്പോൾ അത് ഷോ എടുത്ത് കളഞ്ഞതിന് ശേഷം വെറും മോറ് വേണം ഇപ്പോൾ കാണിക്കുന്നത്. കമ്പ്യൂട്ടറിൽ അങ്ങനെയാണ് കാണിക്കും, മൊബൈലിൽ അതുപോലെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. അതുമ്പോൾ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും കാണാം. ഇതിനകത്ത് ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വില വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡയറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാറ്റ് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക. എനിക്ക് കോൾ വിളിച്ചാൽ മതി, വാട്സപ്പ് കോളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ IMO കോളോ ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. വാട്സപ്പ് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. എന്തെങ്കിലും ഫോട്ടോകളോ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഫോട്ടോകളൊക്കെ അയക്കണമെങ്കിൽ മാത്രം വാട്സപ്പ് ഉപയോഗിച്ചാൽ മതി. ചാറ്റിങ്ങിൽ കൂടി ഞാൻ ഒരു റിപ്ലൈ ഒക്കെ തരും, അധികം റിപ്ലൈ തരാൻ സാധ്യത കുറവാണ്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാനും ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.